കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ട് പിന്നെ ഈ ജനങ്ങൾ പൊട്ടനാക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു എവിടെ വിളിച്ചത്, ഇംഗ്ലണ്ടിൽ നിന്ന് വിളിച്ചിട്ട് പുള്ളിയുടെ വൈഫ് ഗർഭിണിയാണ്, ഒരു ആശംസ പറയിപ്പിക്കാൻ എന്നെ വിളിച്ച് പറയുന്നത്. അപ്പൊ ഞാൻ എന്തായിട്ടാ പറയണ്ട, അലൻ ജോസ് പെരേര പറയണം എന്റെ വൈഫ് ഗർഭിണിയാണ്, പുള്ളിയുടെ വൈഫ് ഗർഭിണിയാണ്. അപ്പൊ 9ാം മാസത്തിൽ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, 9ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുപോകണേ. അപ്പൊ അതിനൊരു ആശംസ പറയാം. ഇത്രയ്ക്കും ദാരിദ്ര്യം പിടിച്ച മലയാളികളൊക്കെ ഈ ഗൾഫിലുണ്ടോ? അതും പറയണത് ആരാന്ന് നോക്കി, പൈനാപ്പിൾ തലേനെ പറയണേ. കാരണം ഇതൊന്നും വന്നിട്ടുണ്ടാവില്ല, വെറുതെ വീഡിയോ ചെയ്യാനുള്ള ഓരോരോ കണ്ടന്റ്. അതാണ് വിദേശത്ത് നിന്ന് ആരാണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് കണ്ട ആരാണ്ട് വിളിച്ച് ഈ പൈനാപ്പിൾ തലേൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതായത് ഞാൻ പറയല്ലേ, ഭാര്യയുടെ പ്രസവത്തിന്റെ വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞു, ആശംസകൾ നേരണമെന്നും പറഞ്ഞു. എന്തൊക്കെ ഊളത്തരാണ് ഇവന്മാർ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്. അത് എല്ലായിടത്തും ഈ പൈനാപ്പിൾ തലേനെ സ്കോർ ചെയ്യണം, അതാണ് ഉദ്ദേശം. നടക്കട്ടെ. ആവാനായിട്ട് ഒരുങ്ങുന്നു. എന്നിട്ട് ലാലേട്ടൻ അവൻ ഒരുങ്ങുന്നു എന്നാ. എടാ നീയൊക്കെ 7 ജന്മം എടുത്താലും അതേപോലെ ഒന്നും വരൂല. അഭിനയത്തിന്റെ 7 അയൽവക്കത്ത് പോലും എത്തൂല. നിന്റെ ഷോർട്ട് ഫിലിം ഉണ്ടല്ല ചതി, അതിൽ ചതിയും അതേപോലെ തന്നെ എന്നിട്ട് വേരെന്ന് പറഞ്ഞതിലും 6 പറഞ്ഞാണ്. ഏത് നേരം ഒരേ എക്സ്പ്രഷൻ അതില്ലേ നിന്റെ മുഖത്ത് വരുള്ളൂ. അങ്ങനെയാണ് മോഹൻലാലൊക്കെ അഭിനയിക്കുന്നത്. ഒന്ന് പോയതൊക്കെ ലാലേട്ടനാവാൻ പോണു അവൻ. നടന്ന തന്നെ. ശരിക്കും പറഞ്ഞാൽ സെലിബ്രിറ്റികൾക്ക് ഈ മാളുകളിൽ പോകാൻ പറ്റില്ല, കാരണം അവിടെ സെക്യൂരിറ്റീസ് കുറവാണ്. കാരണം ഞങ്ങൾ സെലിബ്രിറ്റീസ് ബൗൺസേഴ്സിനൊപ്പം പോകണം, 10-15 പേരുണ്ടാവും ചുറ്റിനും. നിനക്കതില്ല. എനിക്ക് അങ്ങനത്തെ ഒരു സൗകര്യം ഇല്ലെന്നല്ല, നമുക്ക് കൂടെ ഇത്രയും പേരുണ്ടല്ലോ. അഭിലാഷ് ആവട്ടെ, എന്തൊക്കെ ഫൗൾ പ്ലേ കളിച്ചാലും കൂടെ ഉണ്ട്. ഇപ്പൊ പെരേരപ്പൊട്ടൻ ലാസ്റ്റ് പറഞ്ഞാ, അതായത് മാഹിനായാലും മാഹി മൂത്രപ്പുരി ആയാലും അഭിലാഷാട്ടയായാലും എത്രയൊക്കെ ഫ്രോഡ് പ്ലേ കളിച്ചാലും കൂടെ ഉണ്ടെന്ന്. കൂട്ടത്തിൽ ഈ പൈനാപ്പിൾ തലേനും ഉണ്ടെന്ന്. അതാണ് പറയുന്നത്. നമ്മുടെ കൂടെ കുറേ പേരുണ്ടെന്ന്. പക്ഷെ ഇവന്മാരൊക്കെ മാളിപ്പോയാൽ എല്ലാവരും കളിയാക്കാണ്. അല്ലാണ്ട് ഇവന്മാർക്കൊക്കെ എന്തിനാ പ്രൊട്ടക്ഷൻ്റെ ആവശ്യം? ഇവന്മാരെ കളിയാക്കി ചിരിക്കുള്ളൂ, അത്രേ ഉള്ളൂ ഇവന്മാര്. ഈ പൈനാപ്പിൾ തലേൻ്റെ ആ തലയാട്ടിലൊക്കെയാണ് എനിക്ക് കണ്ടിട്ട് എന്താണ്ട് എല്ലാം തികഞ്ഞ ഒരാളെ പോലെ. അതാണ് ഈ പൈനാപ്പിൾ തലയും റോള് കളിക്കാൻ നിൽക്കില്ലേ, അതന്നെ. എന്തായാലും ഈ പെൺകുട്ടി പൊളിയാണ്. സെക്കൻഡ് ഹാഫിൽ വന്ന കല്യാണ പെൺകുട്ടി, കാരണം എന്റെ ഒരു ഡാൻസ് പെർഫോമൻസും ഫ്ലോവും കാര്യങ്ങളൊക്കെ പോലെ തോന്നുന്നുണ്ട്. കാരണം ഒരു ചിൽ വൈബ് എന്റർടൈൻമെന്റ് പറയാം. ഇതിൽ 3-4 നായികമാരുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബിന്ദുപ്രകൃതി ചേച്ചി സിദ്ദിഖിക്ക് കോംബോ ഒക്കെ വർക്കൗട്ട് ആയി പോയിട്ടുണ്ട്. പൈനാപ്പിൾ തലേന്റെ ആ തലയുടെ ഒരു അഭിനയം കണ്ടോ നിങ്ങൾ? ആ തലയിട്ടുള്ളൊരു അഭിനയം, എന്താ അഭിനയം! എല്ലാം മനസ്സിലായി, എല്ലാം പറയുന്നത് ശരി. എന്താ പൈനാപ്പിൾ തലേന്റെ തലയാട്ടില്! സമ്മതിക്കണം. എനിക്കറിയാൻ പാടില്ല അതിനെ കുറിച്ചൊന്നും. അവരോട് എനിക്ക് പറയാനുള്ള പണിക്ക് പോകും. അണ്ണൻ ഡോക്ടർ പഠിച്ചാണെന്ന് പറഞ്ഞു ചെയ്തോണ്ടിരിക്കുന്നത്. അണ്ണൻ ഇത്രയും പ്രായമായിട്ടും ഡോക്ടർ ചെയ്തോണ്ടിരിക്കുന്നത്. ഡോക്ടറായിട്ട് പണിയല്ല അണ്ണ, കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അണ്ണനോട് എനിക്ക് ഒന്നേ പറയാനുള്ളത്, ഈ പൊട്ടം പൈനാപ്പിൾ തലേന് ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞ എന്തൊരു സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല. അവൻ ഡോക്ടർ എന്ന് മാത്രം കേട്ടിട്ടുള്ളൂ. അതും വെച്ചിട്ടാണ് അവൻ ഈ കിടന്ന് തട്ടിക്കൂട്ടുന്നത്. അതായത് കാര്യം അവന് മനസ്സിലായില്ല. ഡോക്ടർ പഠിക്കുകയാണെന്ന്. അതെന്തൊരു ഡോക്ടർ പഠിക്കില്ലേ? ഒന്നില്ലെങ്കിൽ ഡോക്ടറിന് പഠിക്കണമെന്ന് അങ്ങനെയൊക്കെ പറയണ്ടേ, അത് MBBS പഠിക്കണമെന്നൊക്കെ പറയണ്ടേ. ഇത് ഇത് കച്ചറ. കാര്യം അറിയില്ല, ഒന്നും അറിയില്ല, വെറുതെ എല്ലായിടത്തും ചെന്നൊരു റോഡ് കളി. അതാണ് ഈ പൈനാപ്പിൾ തലേന്റെ മെയിൻ ഉദ്ദേശം.